ബൽട്ടി മൂവി. അപ്പോൾ സിനിമ ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് കുറവുകളായിട്ട് തോന്നിയതെന്ന് ആദ്യം പറയാം, പിന്നെ അതിന് ശേഷം സിനിമ എങ്ങനെയായിരുന്നു പറയാം. ഇതിൽ തുടക്കത്തിൽ തന്നെ ഒരു കരിവാരി എറിയുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ 4 നായകന്മാരുണ്ട്. അതിൽ ഷെയ്ൻ നിഗം മെയിനായിട്ട്, പിന്നെ ശാന്തനു ഭാഗ്യരാജ്, കെ ഭാഗ്യരാജിൻ്റെ മകൻ, ഡയറക്ടറും നടനുമായ കെ ഭാഗ്യരാജിൻ്റെ മകനാണ് ശാന്തനു ഭാഗ്യരാജ്. അപ്പോൾ പുള്ളി ഇതിൽ മെയിൻ റോൾ തന്നെ കേട്ടോ. അവനും അതേപോലെ ഷെയ്നുമാണ് മെയിനായിട്ട്, ബാക്കി 2 പേരും അതേപോലെ തന്നെ. 4 പേരും ചേർന്ന ഒരു ഒത്ത ടീമായിട്ട് ഉണ്ട്. അപ്പോൾ ഇവർ പോയിട്ട് ഒരു കരിവാരി എറിയുന്ന ഒരു സംഭവമുണ്ട്. അത് എനിക്ക് അവരുടെ ഭാഗത്ത് ന്യായം തോന്നിയില്ല. ഇതെന്താ ഇവരിങ്ങനെ കാണിച്ചതെന്ന് തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പോയിട്ട് ചെയ്യുന്ന ഒരു തെറ്റിന് ഇവർ പോയിട്ട് അവിടെ ഭയങ്കര അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനുള്ള സംഭവമേ ഉള്ളൂ. ഇവരവിടെ പോയിട്ട് വലിയ ബിൽഡപ്പൊക്കെ കാണിച്ച് കരിവാരി എറിയണ ഒരു സംഭവം കാണിച്ചു. ശരി, അത് പിന്നെ ഈ സിനിമയിൽ അതിന് ശേഷം കാണിച്ചേ ഇല്ല. അത് എന്താണ് അതിൻ്റെ മാറ്റർ, അതെന്തിനാണെന്ന് കാണിച്ചില്ല. പക്ഷേ പിന്നീട് സിനിമയിൽ ഇതേപോലെ വേറൊരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കാരണമാണ് ആ ഒരു സംഭവത്തെ കാണിക്കാൻ ഫസ്റ്റ് ഇതിങ്ങനെ കാണിച്ചാൽ മനസ്സിലായി. പക്ഷേ അത് ഇവർ തന്നെയാണ് ചെയ്തത് എന്നുള്ളതൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ എഡിറ്ററായ ശിവകുമാർ അത് എന്തുകൊണ്ടോ സിനിമയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞോ, അല്ല അത് അത്ര തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളോ എന്നറിയില്ല. അപ്പോൾ ആ കരിവാരി എറിയുന്നതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയിലുള്ള കാര്യങ്ങൾ ഒരു പോരായ്മ തോന്നി. ഒന്നാമത്തെ പ്രശ്നം എനിക്ക് തോന്നിയത് അതാണ്. രണ്ടാമത്തത്, ഇതിൽ പ്രണയമുണ്ട് ഷെയ്ൻ നിഗത്തിന്, ബൽട്ടിക്ക്. ഇതിൽ ഉദയൻ എന്നാണ് പുള്ളിയുടെ കഥാപാത്ര പേര്. അപ്പോൾ ബൽട്ടിക്ക് പ്രണയമുണ്ട്. പ്രണയിക്കുന്നത് കാവേരി എന്നൊരു ക്യാരക്ടറിനെയാണ്. അത് ചെയ്തിരിക്കുന്നത് പ്രീതി അസ്രാനിയാണ്. അപ്പോൾ കാവേരി ഇതിൽ പ്രണയം അത്ര ഒരു സുഖമുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. ഭയങ്കര ഗർവ് പിടിച്ചൊരു സ്വഭാവമുള്ള ഒരു പ്രണയിനിയായിട്ടാണ് അവരിതിലുള്ളത്. അതൊരു വലിയ സുഖം തോന്നിയില്ല എനിക്ക്. ഇതിന് അത് മാത്രമല്ല, ഇതിൽ പ്രണയം വേണോ, ഇത് എന്തിനാണ് പ്രണയം ഈ സിനിമയ്ക്ക്, അങ്ങനത്തെ ഒരു മൂഡ് ഇതിലേക്ക് വരുന്നേ ഇല്ലല്ലോ എന്ന് തോന്നിയെങ്കിലും അത് ശരിയല്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം സിനിമയുടെ കഥ മുന്നോട്ട് പോകുമ്പോൾ പ്രണയം ഇതിൽ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ പ്രണയം വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. അതൊന്നുകൂടി ആ കാവേരിയുടെ ആ ഒരു ഗർവൊക്കെ കുറച്ചിട്ട് ഒന്നുകൂടി ഒരു മനോഹരമാക്കായിരുന്നു. അതിൽ ഒരു കുറവ് തോന്നി. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ഈ നല്ല പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബൾബില്ലേ, അത് പെട്ടെന്ന് അതിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോയിട്ട് ഫ്യൂസായ പോലെയാണ് സിനിമ പോയിട്ട് നിൽക്കുന്നത്. അതെന്താ അങ്ങനെ ചെയ്തത്? ഇതിൻ്റെ കഥ എഴുതിയ ഉണ്ണി ശിവലിംഗം, അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും. ആ ഉണ്ണിക്ക് കഥയൊക്കെ നല്ല ലെവലിൽ കൊണ്ടുപോയിട്ട് അവസാനം ഒന്ന് ക്ലിയറാക്കി എടുത്തുകൂടെ? കുറേ സിനിമകൾ ഇങ്ങനെ തന്നെയാണ് അവസാനം കൊണ്ടുപോയിട്ട് കൊളാക്കി വെക്കുന്നത്. അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതൊന്നുകൂടി നല്ല ഉഷാറാക്കാമായിരുന്നു. അപ്പോൾ ഫ്യൂസ് പോയ ബൾബ് പോലെയായി സിനിമ പോയിട്ട് നിന്നുപോയി. അപ്പോൾ അങ്ങനത്തെ കുറവുകൾ ഈ സിനിമയിൽ കണ്ടു. ഇനി ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ആദ്യം തന്നെ ഈ സിനിമയിൽ പൊളിച്ച് അഭിനയിച്ചിരിക്കുന്നത് RK സെൽവരാഘവനാണ് കേട്ടോ. പുള്ളിയുടെ പൊർത്താമരൈ ഭൈരവൻ എന്ന കഥാപാത്രത്തെ പുള്ളി അങ്ങനെ ക്യാരക്ടറായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. പുള്ളിയുടെ ആ തൊഴിലുള്ളവർ എങ്ങനെയൊക്കെയാണ് വാഴപ്പഴത്തിൽ കഴുത്തെറുക്കുക പറയില്ലേ, അതുപോലത്തെ ഒരു തൊഴിലാണത്. അത് എങ്ങനെ ചെയ്യുമോ അത് തന്നെ പുള്ളി ഇതിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പുള്ളിയുടെ ആ ക്യാരക്ടർ അവസാനമാകുമ്പോഴൊക്കെ ആകുന്ന മാറ്റങ്ങളൊക്കെ ഗംഭീരമാക്കി പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയമാണ് ഈ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഷെയ്ൻ നിഗവും നല്ല എനർജറ്റിക് ആയിട്ട് കിടിലൻ ആക്ഷൻ രംഗങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പുള്ളിയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എത്ര റൗഡികൾ ഫ്രണ്ടിൽ വന്നാൽ ഇതിൽ 4 നായകന്മാരാണ്. ഒന്ന് ശാന്തനു ഭാഗ്യരാജ്, അതേപോലെ ഷെയ്ൻ നിഗം, പിന്നെ വേറെ 2 പേരുണ്ട്. ഇവർ 4 പേരും ഒറ്റക്കെട്ടായിട്ടുള്ള ആ ആക്ഷനൊക്കെ കിടിലനാക്കി എടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ ആക്ഷൻ സ്റ്റണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആക്ഷൻ സന്തോഷാണ്. പുള്ളി നല്ല പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ഷൻ ഒന്നും പറയാനില്ല. ഇതിൽ
സോഡാ ബാബുവായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അൽഫോൺസ് പുത്രനാണ്. പുള്ളിയെ അറിയാമല്ലോ, പ്രേമം സിനിമയുടെ ആളാണ്. അപ്പോൾ പുള്ളി ഇതിൽ ആക്ഷനിൽ ഇറങ്ങുന്നുണ്ട്. അതേപോലെ പുള്ളിയുടെ ആ റോളും നല്ല ഹൈപ്പുള്ള റോളാണ്, അത് നന്നായി വന്നിട്ടുണ്ട്. അതേപോലെ ഇടവേളയുടെ ആ ഭാഗത്തുള്ള ആ സോഡാ ബാബുവുമായിട്ടുള്ള ഒരു കിടിലൻ സംഭവം ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്നും പറയാനില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട് ആക്ഷൻ രംഗങ്ങൾ. പിന്നെ അതേപോലെ RK സെൽവരാഘവൻ്റെ ഒപ്പമുള്ള ആക്ഷൻ സംഭവങ്ങളൊക്കെ, സിനിമയുടെ അവസാനമൊക്കെ ഉള്ള സംഭവമൊക്കെ ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ലോഡ്ജിൽ വെച്ചിട്ട് ഒരു ആക്ഷൻ സീനുണ്ട്, ഒരുപാട് റൗഡികളൊക്കെ ഇറങ്ങിയിട്ടുള്ള ആക്ഷൻ സീനാണ്. അവിടെ ഇതിൻ്റെ ക്യാമറ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അലക്സ് ജെ പുളിക്കലാണ്. പുള്ളി അവിടെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഒന്നും പറയാനില്ല കേട്ടോ. കാരണം ഇടുങ്ങിയ ഒരു ഗ്യാപ്പാണ് ആ ലോഡ്ജിനുള്ളത്. അതുകൂടെ ഈ നായകന്മാർ ഓടുമ്പോൾ ആ ക്യാമറ മൂവ് ചെയ്യിക്കാനുള്ള പാട് അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നായകന്മാർ മാത്രമല്ല, കുറേ റൗഡികൾ അവിടെ ഇറങ്ങി ആക്ഷനല്ലേ. അപ്പോൾ അത് എത്ര വട്ടം എടുത്തു എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നല്ല പണിയുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത്രയും പേരുമായിട്ട് വാള് കൊണ്ടുള്ള പരിപാടി എങ്ങനെ ചെയ്യുന്നുള്ളത് അത് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാക്കുക. ആക്ഷൻ രംഗങ്ങളൊന്നും പറയാനില്ല. ഈ സിനിമയ്ക്ക് നിങ്ങൾ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മുതലായി എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അത്രയും ആക്ഷനുകൾ ഇതിലുണ്ട്, ഒന്നും രണ്ടും ഒന്നുമല്ല, കുറേ ഉണ്ട്. അതേപോലെ കബഡി കളിയുടെ സംഭവം ഇതിലുണ്ട്. കബഡി കളി ഒരു 2-3 മത്സരം വരുന്നുണ്ട്, അതും നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ വിജയുടെ സിനിമയില്ലേ ഗില്ലിയിലുള്ള സംഭവങ്ങളില്ലേ, അതേപോലെ തന്നെ ഇതിലും 2-3 മത്സരങ്ങളുണ്ട്, അതും ഒരു പാർട്ടായിട്ട് ഈ സിനിമയിലുണ്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റേ പൂർണിമ ഇന്ദ്രജിത്ത് അവരുടെ വേഷം ഒന്നുകൂടി ഗംഭീരമാക്കായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു ഭയങ്കരിയായിട്ട് വെക്കണമെങ്കിൽ അതിനുള്ള ഭാവങ്ങൾ മുഖത്ത് കാണിക്കണം. അതൊന്നും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടാണ് ആ ക്യാരക്ടർ ഇരിക്കുന്നത്. അത് ചൂട് പിടിപ്പിക്കാമായിരുന്നു, അതില്ല. പക്ഷേ അവർ ഒരു കാര്യത്തിൽ ആണുങ്ങളെ തോൽപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ് ഈ സിനിമയിൽ കേട്ടോ. സിഗരറ്റ് വലിയിൽ അവർ എത്ര സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. കുറേ വലിക്കുന്നുണ്ട്, മൂക്കുകൂടെയും വായിക്കൂടെയൊക്കെ പുകപ്പെടുന്നുണ്ട് ഇങ്ങനെ. ഇതൊക്കെ ശരിക്കും ഈ ക്യാരക്ടറെ കണ്ടാൽ അവർ ശരിക്കും സിനിമയിൽ അല്ലെങ്കിലും സിഗരറ്റ് വലിച്ചുകൊണ്ടാണെന്ന് തോന്നിപ്പോവും. അതുപോലെ മാറ്ററുകൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയുടെ BGM കൊടുത്തിരിക്കുന്നത് സായ് അഭയങ്കർ ആണ് ഇതിൻ്റെ മറ്റേ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. നല്ല കിടിലൻ BGM തന്നെയാണ്. പക്ഷേ എന്നാൽ ഇടയിലിടയിൽ എന്തൊക്കെയോ മൂളൽ പാട്ട് പോലെയൊക്കെ കയറി വരുത്തിയിട്ടുണ്ട്. അത് ഒന്നുകൂടി ഉഷാറാക്കായിരുന്നു. പക്ഷേ അതങ്ങനെ പുള്ളി ഡൗൺ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പിച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഇടയ്ക്കൊന്ന് ഡൗൺ ആയ പോലെ തോന്നി. എന്നാലും നല്ല BGM ഉണ്ട്. ഈ സിനിമയ്ക്ക് ആക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ അവസാനം ആയപ്പോഴേക്കും ഒക്കെ ഒരു ഫീസ് പോയ ബൾബ് പോലെ ആക്കി വെച്ച് കളഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകും എന്നില്ല. സംഭവം നമുക്ക് മുതലാക്കാനുള്ള സംഭവങ്ങൾ സിനിമയിലുണ്ട്. ഈ സിനിമയ്ക്ക് ഫാമിലി ആയിട്ട് പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഫാമിലി മാറ്റേഴ്സ് ഒരുപാട് വേണമെന്ന് തോന്നും. അതേപോലെ തന്നെ കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അങ്ങനത്തെ മൂവി അല്ലത്. പക്ഷേ എന്നാലും ഇന്നത്തെ ഒരു ട്രെൻഡിങ്ങിൽ പറയുകയാണെങ്കിൽ ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ ആക്ഷൻ ഇഷ്ടമാണല്ലോ. അതേപോലെ തന്നെ വയലൻസും ഇന്നത്തെ ജനറേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമ ഫാമിലിയായി പോയാലും നഷ്ടമായി എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. കാണാനുള്ള മുതൽ ഈ സിനിമയിലുണ്ട്. പക്ഷേ കഥ കൊണ്ട് സിനിമയെ വേറെ രീതിയിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കാമായിരുന്നു. ആ ഒരു കുറവ് ഈ സിനിമയിൽ നിൽക്കുന്നുമുണ്ട്.